മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അവള് പുറത്തു പോയിട്ട് എത്തിയിട്ടുണ്ട്. ഈ വീട്ടിലുള്ളവര് മുടിയണേന്ന് പ്രാർത്ഥിക്കാനായിരിക്കും പോയത്. അങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ. കൂട്ടത്തിലേ ഏതെങ്കിലും മന്ത്രവാദികളെ കാണാൻ പോയിട്ടുണ്ടാവും, കണ്ണേട്ടനെ വശത്താക്കാൻ. എന്തായാലും മോള് വാ. എവിടെ കണ്ണ നിന്റെ ഭാര്യ? അതെ, നിനക്ക് പ്രിയപ്പെട്ട ഒരു അയ്യപ്പ വിഗ്രഹം കാണാതായില്ലേ? അതിനു പകരം ദേ മോളൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അതിങ്ങ് കാണിക്കുമോളെ. ഇനിയിപ്പോ നിന്റെ സങ്കടം തീർന്നല്ലോ. ദേ ഇത് ഐശ്വര്യമായിട്ട് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്ക. ഇത് വാങ്ങിയത് കർണയല്ലേ? അപ്പൊ കർണ എന്നെ കൊണ്ടുവയ്ക്കട്ടെ, അതാ നല്ലത്. അമ്പലത്തിൽ ചെന്നപ്പോ പൂജാരി പറഞ്ഞു, മനസ്സിനകത്ത് കളങ്കമുള്ള ഒരു വീടിനകത്ത് കയറിയാ ദൈവം ഇറങ്ങി പോവെന്ന്. നമ്മുടെ അമ്പലത്തിലെ പൂജാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാലക്ഷ്മി ഉദ്ദേശിച്ചായിരിക്കില്ല. കാരണം പേര് പോലെ തന്നെ ഒരു മഹാലക്ഷ്മിയെ വീടിനകത്ത് കയറിയെന്ന് എന്നോട് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ കയറിയതാണോ ഈ വീടിന്റെ ഐശ്വര്യക്കേട്? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാ മഹാലക്ഷ്മി എന്റെ ഭാര്യയായി വന്നത് ഈ വീടിന് കേടുപാടുണ്ടാക്കുമെന്ന് ചിന്തിക്കേണ്ട കാര്യവും എനിക്കില്ല. ദേ മോൾ ഇവനോട് തർക്കിക്കാൻ നിൽക്കാതെ മോൾ ഇത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്ക്. വാ. ലാളന ഒരുപാട് കൊടുത്താ കരുണ അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ വളർത്തിയിരിക്കുന്നത്. അതിന്റെ ഒരുപാട് പക്വതക്കുറവുണ്ട് ആ കുട്ടിയുടെ സ്വഭാവത്തിലും. അതിനൊപ്പം നീ നിന്നു കഴിഞ്ഞാലേ ജീവിതം ഒരു കരക്കടിപ്പിക്കാൻ പാടായിരിക്കും. എന്തായാലും ഈ നിൽക്കുന്ന ഇടത്തേക്കാളും നല്ല സ്വഭാവ കരുണയെടുത്തിയുടേത്. ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ഉള്ളൂ. മോള് കൊണ്ടുവയ്ക്കും മോളെ. മോളെ അങ്ങോട്ട് വെക്ക്. മോളെ ഇത് ഇന്നലെ പുഴയിൽ എറിഞ്ഞോന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ മോളെ ഇതിവിടെ വന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലമ്മേ. ഈ ഭഗവാനാ അവളുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നതെന്ന് മുത്തശ്ശി പറഞ്ഞതുകൊണ്ടാ ഞാനത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത്.
എന്നിട്ട് പിന്നെ ഇത് എങ്ങനെ തിരികെ എത്തിയെന്ന് മനസ്സിലാവുന്നില്ല. മോളെ, ഇനി വല്ല വഞ്ചിക്കാരുടെ കയ്യിലും കിട്ടിയിട്ട് അവരത് കൊണ്ട് കൊടുത്തതാണെങ്കിലോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലമ്മേ. മോളെ, ദേ ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ. അവളെന്തൊക്കെയോ പ്രാർത്ഥിച്ച് ആവാഹിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. പൊന്നു മോളെ, അതുകൊണ്ട് ഇതീ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. മോൾ ഈ വിഗ്രഹം ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്ക്. ആ അവളൊരു മന്ത്രവാദിനിയാണെന്ന് പറയുന്നത് ശരിയാ മോളെ. അതുകൊണ്ട് നല്ല ഏതെങ്കിലും മന്ത്രവാദികളെയോ ജ്യോത്സ്യന്മാരെയോ നമ്മൾ കാണുന്നതായിരിക്കും നല്ലത്. അല്ല മോളെ, ഇത് ഇവിടെ ഇരുന്ന വിഗ്രഹം തന്നെയാണോ? ഇന്ന് രാവിലെ അവളുടെ വിഗ്രഹം കാണാനില്ലെന്നും പറഞ്ഞ് അവള് വലിയ ബഹളമായിരുന്നല്ലോ. അത് കണ്ടിട്ട് ഇനി കണ്ണൻ അതുപോലൊരെണ്ണം വാങ്ങിക്കൊടുത്താണെങ്കിലോ? അല്ലമ്മേ, ഇതാ അയ്യപ്പ വിഗ്രഹം തന്നെയാ, ഒരു മാറ്റമില്ല. അയ്യോ, വാ. മഞ്ജു, ഇതാരാ? ഓ, നിങ്ങൾക്കറിയില്ലേ മേഘേട്ടനെ? ഇതുവരെ ആളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെന്തിനാ ആരാന്ന് ചോദിക്കുന്നത്? മഞ്ജുവും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താന്നാ ചോദിച്ചേ. അത് കൊള്ളാം. എന്റെ മുറച്ചെറുക്കനും ഞാനും തമ്മിൽ എന്താ ബന്ധമെന്നോ? എന്റെ കഴുത്തിൽ നാളെ താലി കെട്ടാൻ പോകുന്ന ആളാ എന്റെ അമ്മാവന്റെ മോൻ. അത് ഇയാളാണോ? എന്താ, ആളെ പിടിച്ചില്ലേ? എന്താ നിങ്ങളൊന്നും പറയാതെ പോകുന്നത്? എനിക്ക് പറയാനുള്ളത് നിന്നോടല്ല, നിന്റെ ഏട്ടനോടാ. ഇയാൾ എന്താ ഇവിടേക്ക് വരാത്തത്? കല്യാണത്തിന്റെ അന്ന് പോലും ഇയാളെ ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങളെപ്പോലെ ഒരുത്തിക്ക് മുഖം തരാൻ മേഘേട്ടന് ചിലപ്പം താല്പര്യമില്ലായിരുന്നു കാണും. അല്ലെങ്കിൽ തന്നെ ആളിന് നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമൊന്നുമില്ല. എന്നെ പറ്റി എന്താ അയാള് പറഞ്ഞത്? അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എന്റെ മേഘേട്ടൻ നല്ലവനാ, സത്യം മാത്രം പറയുന്ന ആളാ. എനിക്കങ്ങനെ തോന്നില്ല. കണ്ണേട്ടാ, ഇന്ന് അയാളെ ഞാൻ കണ്ടത്. അയാളെ, ആ മേഘനാഥനെ. ഓ, പറഞ്ഞ പോലെ അവന്റെ വീട്ടിൽ പോയപ്പോഴും അവനെ കണ്ടില്ലായിരുന്നല്ലോ അല്ലേ? അയാൾ എനിക്ക് മനഃപൂർവ്വം മുഖം തരാതിരുന്നതാ. ആ, മുഖം തന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അവനെ കാണുമ്പോ അവന്റെ മുഖം നിറയെ ഷേവിംഗ് ക്രീം ആയിരുന്നു. അതുകൊണ്ടാ എനിക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റാതെ പോയത്. നല്ല താടിയുള്ളവനാ. പിന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഷേവിംഗ് ക്രീം മുഖത്ത് പുരട്ടിയവൻ താടി എടുത്തില്ല. അതേപ്പറ്റി ചോദിച്ചപ്പോ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിരുന്നു എന്നാ പറഞ്ഞത്. എന്നാ അതല്ല സത്യം. അന്നൊരുത്തൻ നമ്മുടെ മുറിക്കകത്ത് രാത്രി കയറിയില്ലേ? അവനും ഞാനും തമ്മിൽ ഒരു പരിചയമില്ല. അതുകൊണ്ടാ അവനെ കടത്തിവിട്ടത് വേറൊരാളാണെന്ന് ഞാൻ പറഞ്ഞത്. അതിവനാ, ആ മേഘനാഥൻ.
താൻ എന്തൊക്കെയാ മഹി പറയുന്നേ? സത്യമാണ് കണ്ണേട്ടാ. അവൻ എന്നോട് വല്ലാത്തൊരു പ്രേമമായിരുന്നു. അന്നെന്നെ വഴിവക്കിൽ വെച്ച് കണ്ടപ്പോ അവൻ എന്റെ കൈ കയറി പിടിച്ചു. അന്ന് അവന്റെ കൂട്ടുകാര് കാണുകയാ ഞാൻ അവന്റെ കരണത്തടിച്ചത്. അത് ശരി. അപ്പോ അങ്ങനൊരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. അതുകൊണ്ട് ഞാൻ തറപ്പിച്ച് പറയാ, മഞ്ജുവിന് പറ്റിയൊരു പയ്യനല്ല മേഘനാഥൻ. അവൻ മുറച്ചെറുക്കനാണെങ്കിൽ കൂടി അവളെ അവനിൽ നിന്ന് രക്ഷിക്കാ വേണ്ടത്. താൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എനിക്ക് രണ്ടാമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ട് പുറപ്പെടാം, അമ്മാവന്റെ വീട്ടിലോട്ട്. എന്നിട്ട് ഈ കല്യാണം വേണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഇനി അവൻ കമ്പനിയിൽ കയറണ്ടെന്നും. അവന്റെ ജോലിയൊന്നും കളയണമെന്ന് ഞാൻ പറയില്ല കണ്ണേട്ടാ. കളയണം. വിശ്വസിക്കാൻ കൊള്ളാത്തവനെയൊന്നും കൂടെ കൂട്ടരുത് മഹി. അവന് കുറച്ച് തരികട പരിപാടികളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ളതാ. എന്റെ മുമ്പിൽ മാന്യനായിട്ട് നിൽപ്പ്. തല ചൊറിഞ്ഞു നിന്നുകൊണ്ട് പല കാര്യങ്ങളും സാധിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇനി അതൊന്നും തുടരാൻ പാടില്ല. ഞാൻ മഞ്ജുവിനോട് കാര്യം പറഞ്ഞു. അത് എത്രത്തോളം അവള് വിശ്വസിച്ചിട്ടുണ്ടെന്നറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ ശേഷം അവൻ ഈ വീട്ടിലോട്ട് കയറിയിട്ടില്ല, തന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല. അതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാ. അത് മനസ്സിലാക്കാൻ ഇനി മറ്റൊരാളുടെ സഹായങ്ങളൊന്നും എനിക്ക് വേണ്ട. താൻ നടക്ക്, ഇപ്പൊ തന്നെ അവിടെ എത്തണം. വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. വഴക്കൊന്നുമില്ല, കാര്യങ്ങൾ പറയാനാ പോകുന്നത്. വാ. അന്ന് വിരുന്നിന് വന്നപ്പോ അവനിവിടെ ഉണ്ടായിരുന്നു. ഇന്നും അവനിവിടെ ഉണ്ട്. അവനെ കാണാതെ ഞാൻ പോവില്ല. മഹിക്ക് മുഖം കൊടുക്കാതെ അവൻ നടന്നത്. എന്നാൽ ഇന്ന് അവന്റെ മുഖം ഇയാൾ കണ്ടു കഴിഞ്ഞു. ഇനി അവൻ മറിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. സ്വാതി, മര്യാദയ്ക്ക് അവൻ്റെ അടുത്ത് വരാൻ പറ. അറിയോടെ നീ ഇയാളെ? നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? നിനക്ക് ലക്ഷ്മി അറിയോന്നല്ലേ ചോദിച്ചത്? എന്താ ഇയാളൊന്നും പറയാത്തത്? എന്നെ അറിയില്ലേ ഇയാൾക്ക്? എനിക്കറിയില്ല. എന്നാ ഇയാളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇന്ന് വരെ ഒരാളുടെയും കരണത്തടിച്ചിട്ടില്ല, തന്റെ ഒഴിച്ച്. തന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ തന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചാ എനിക്കെങ്ങനെ ചെയ്യേണ്ടി വന്നത്? ഇവളെ കള്ളോ പറയുന്നേ? കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കേറി വന്നില്ല. അതിനു മുമ്പ് കുടുംബത്തിലുള്ളവരെ തമ്മിൽ തെറ്റിക്കാനാണോ നിന്റെ പുറപ്പാട്? എടി മോളെ, ഞാനും നിന്റെ രണ്ടാനച്ഛനും കൂടെ ഈ ആലോചന കൊണ്ടുവന്നത്. നിന്നെ കമലേശ്വരത്ത് കയറ്റാനുള്ള കാരണം ഞാൻ കൂടിയാണെന്നാ പറഞ്ഞു വന്നത്. എന്നിട്ട് അവസാനം അവിടെ കയറിക്കൂടിയതിനു ശേഷം ഞങ്ങൾക്കൊക്കെ അവിടെ കയറാതിരിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കരുത്.
നിങ്ങൾ ഏത് തരക്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കൊക്കെ അറിയാം? അതൊന്ന് പറഞ്ഞേ. എടാ, നിനക്ക് ഇയാളെ പരിചയമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഇയാളുടെ മുമ്പിൽ നിന്ന് മാറി നടക്കുന്നേ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാത്തെന്താ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നീ മുറിക്കകത്ത് കയറി ഒളിച്ചിരുന്ന എന്തിനാ? അത് പിന്നെ കാരണം ഇവരെ പറ്റി കേട്ട കഥകളൊന്നും അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇവരെ കാണണ്ടെന്ന് കരുതി തന്നെ ഞാൻ മാറി നിന്നത്. എന്നാ നീ ഇനി എന്നും മാറി നിന്നോ? കമലേശ്വരത്തെ മിക്ക ബിസിനസ് സ്ഥാപനങ്ങളുടെയും മേൽനോട്ടം ഉണ്ണിയെ പോലെ തന്നെ നിനക്കുണ്ട്. നാളെ നീ എന്റെ പെങ്ങളുടെ ഭർത്താവായി വരേണ്ടവനായതുകൊണ്ട് അധികാരം കുറച്ച് കൂടുതൽ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അത് ഞാനിങ്ങി തിരിച്ചെടുക്കുക. ഇനി എന്റെ വീടിന്റെയോ സ്ഥാപനങ്ങളുടെയോ 7 അയലത്ത് പോലും നീ വരരുത്. നിന്നെ പരിസരത്ത് പോലും കാണരുത്. ഒരുത്തി പറഞ്ഞ കള്ളങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് ഞങ്ങളെയൊക്കെ തള്ളി പറയാണോ കണ്ണാനി? നിങ്ങളെ ആരെ ഞാൻ തള്ളിക്കളയുന്നില്ല. അമ്മാവനെ അമ്മായി എന്ന നിലയില് നിങ്ങൾക്കും ഇവൾക്കും വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തന്നിരിക്കും. അതിലൊന്നിലും ഒരു കുറവും വരില്ല. പക്ഷെ ഇവനെ പോലൊരുത്തൻ ഇനി എന്റെ കൺമുന്നിൽ വരാൻ പാടില്ല. ഒരു ചതിയനെ കൂടെ കൂട്ടിയാ സർവനാശമായിരിക്കും ഫലം. അതുകൊണ്ട് നീയും ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിക്കുക. മഞ്ജുനെ നീ അങ്ങ് മറന്നേക്ക്. അന്യ പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരാൾ അവക്ക് വേണ്ട. എന്റെ കുടുംബത്തിനും. പാടോ. മഞ്ജു, മഞ്ജു, എടി നീ കേട്ടോന്നും ശരിയല്ല. എടി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ല അവളൊരു പ്രേമരോഗിയാണെന്ന്. അത് തന്നെയല്ലേ നിന്റെ കരുണയെടുത്തിയും പറഞ്ഞത്. എന്റെ പൊന്നു മഞ്ജു, നീയെങ്കിലും എന്നൊന്നും തള്ളി പറയല്ലേ. ഇനി തന്നെ ഇവിടെ കണ്ടുപോയത്. ഇതോടെ ബന്ധം തീർന്നു. ഇനി കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കരുത്. എനിക്കിനി തന്നെ പോലൊരു വൃത്തികെട്ടവന് വേണ്ട. എടി നീയെങ്കിലും എന്നൊന്നും വിശ്വസിക്കുന്ന ഞാൻ കരുതിയത്. ഒരിക്കലും വിശ്വസിക്കില്ല. അവളുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ആണത്തും ഇല്ലാത്തൊരുത്തിനൊപ്പം കഴിയാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ തന്റെ കൂടെ ജീവിച്ചാല് എന്നും അവളുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരും. എന്റെ മഞ്ജു, നീ കേട്ടോന്നും സത്യമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്താ സത്യം? താൻ എന്തുകൊണ്ടാ അവളെ കാണുമ്പോ മുഖം തിരിഞ്ഞ് നടക്കുന്ന? കല്യാണത്തിന്റെ അന്ന് പോലും അവൾക്ക് മുഖം കൊടുക്കാതെ മുങ്ങിയത് എന്തുകൊണ്ടാ? എന്താടോ ഒന്നും പറയാത്തെ? എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റിയ കള്ളത്തരൊന്നും കിട്ടുന്നില്ല അല്ലേ? എന്റെ മഞ്ജു, അവളൊരു ഫ്രോഡാണ്. അവളല്ല, താനാണ് ഫ്രോഡ്. അതുകൊണ്ടാ പറഞ്ഞത് പോവാൻ. പോടോ, പോവാൻ. മഞ്ജു, കണ്ടതൊക്കെ വെറും കാഴ്ചകളാണെങ്കിലും നാളെ അതൊക്കെ സത്യമായി വരാനുള്ള സാധ്യതയുണ്ട്. അതിനു മുൻപ്
അവളെ കമലേശ്വരൻ തറവാട്ടിൽ നിന്ന് പുറത്ത് കളഞ്ഞേ പറ്റൂ. കരുണയ്ക്ക് സ്വർണം കൊടുക്കാൻ അവളുടെ മുത്തശ്ശിയുണ്ട്, അച്ഛനുണ്ട്. എന്നാൽ എന്റെ ഭാര്യയ്ക്ക് അവൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇതുപോലുള്ള സമ്മാനങ്ങൾ കൊടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.